റേപ്പ് ചെയ്തു, മുഖത്തടിച്ചു, ഉപദ്രവിച്ചു, തുപ്പി, അവരെ ഒരുപാട് ദ്രോഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് അയാളോടൊപ്പം മേടിക്കാൻ ഏതെങ്കിലും സ്ത്രീ തയ്യാറാകും? അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, മുഖത്തു തുപ്പി, അടിച്ചു, ഉപദ്രവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് 3 BHK വേണോ 2 BHK വേണോ എന്ന് പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ ആരെങ്കിലും മാറും. ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും, സൗന്ദര്യപ്പണക്കങ്ങൾ വരും, അടി വരും, ഫൈറ്റ് വരും. പക്ഷേ ആ ബന്ധങ്ങളിലെ സ്വകാര്യ നിമിഷങ്ങൾ വെപ്പണൈസ് ചെയ്യപ്പെടുന്നത്, ആയുധവൽക്കരിക്കപ്പെടുന്നത് ശരിയാണ്. നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനം, ഇന്ത്യൻ മാത്രമല്ല ലോക നിയമത്തിൻ്റെ അടിസ്ഥാനം പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്നൊരു കാര്യമാണ്. അതായത് ഒരു വ്യക്തി ഈസ് ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് ഇന്ത്യയിലെയും ലോക നിയമത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ബാക്കി ആരുടെയും സ്ത്രീപക്ഷ കേസുകൾ എടുത്താൽ ഇവിടെ നടക്കുന്നത് പ്രിസംഷൻ ഓഫ് ഗിൽറ്റാണ്. അതായത് ഇവിടെ പലപ്പോഴും എ പേഴ്സൺ ഈസ് ഗിൽറ്റി അണ്ടിൽ പ്രൂവ്ഡ് ഇന്നസെൻറ്റ് എന്നാണ് നമ്മൾ പലരും സമൂഹവും മാധ്യമങ്ങളും കാണുന്നത്. നേരെ തിരിച്ച് എ പേഴ്സൺ ഈസ് ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി എന്നുള്ളതാണ്. അയാളെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കണമെന്നുള്ളതാണ്.